TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹയർ സെക്കൻഡറി +1 സുവോളജി അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ റിവിഷനും മോഡൽ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുന്ന ഒന്നാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ട ടോപ്പിക്ക് സിമട്രിയെ കുറിച്ചാണ്. സിമട്രി നമ്മൾ മനസ്സിലാക്കി. അനിമൽസിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിന് 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ടോ അല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ടൈപ്പ് സിമട്രി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അസിമട്രി, റേഡിയൽ സിമട്രി ആൻഡ് ബൈലാറ്ററൽ സിമട്രി. എന്താണ് അസിമട്രി എന്ന് പറഞ്ഞാൽ? Any plane that passes through the center does not divide the organism into equal halves. ആ അനിമലിനെ നമ്മൾ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. എങ്കിൽ അത്തരം അനിമൽസ് അസിമെട്രിക്കൽ അനിമൽസ് ആണെന്ന് വിളിക്കും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫൈലം പോറിഫെറേ അല്ലെങ്കിൽ സ്പോഞ്ചസ്. ഇനി റേഡിയൽ സിമട്രി എന്ന് പറഞ്ഞാൽ ആ അനിമലിനെ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടും. എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി divides the organism into 2 identical halves. It is called radial symmetry. അനിമലിനെ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതാണ് റേഡിയൽ സിമട്രി. എക്സാമ്പിൾസ് ഓർത്തു വെക്കണം. സീലൻട്രേറ്റ്സ്, ടീനോഫോർസ്, എക്കിനോഡേംസ്. ഈ 3 ഫൈലത്തിലും വരുന്ന അനിമൽസ് റേഡിയൽ സിമട്രി കാണിക്കുന്നുണ്ട്. അപ്പൊ എക്സാമ്പിൾസ് പ്രാധാന്യം കൊടുത്ത് നോക്കേണ്ടതുണ്ട്. റേഡിയൽ സിമട്രിയുടെ എക്സാമ്പിൾസ്. ഇനി ബൈലാറ്ററൽ സിമട്രിയിലേക്ക് വരുമ്പോൾ ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഐഡന്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഇൻ ഓൺലി 1 പ്ലെയിൻ. ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രം 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതാണ് ബൈലാറ്ററൽ സിമട്രി. അപ്പൊ ഇവിടെയും എക്സാമ്പിൾസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അനലിറ്റ്സ്, ആർത്രോപോഡ്സ്, വെർട്ടിബ്രേറ്റ്സ്. ഈ അനിമൽസ് എല്ലാം ബൈലാറ്ററൽ സിമട്രി കാണിക്കുന്ന അനിമൽസ് ആണ്. ഓർക്കുക, സ്പോഞ്ചസ് അല്ലെങ്കിൽ ഫൈലം പോറിഫെറയിൽ വരുന്ന അനിമൽസ് അസിമെട്രിക്കൽ അനിമൽസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ റേഡിയൽ സിമട്രി കാണിക്കുന്ന അനിമൽസ് ആണ് ഫൈലം സീലൻട്രേറ്റയിൽ വരുന്ന അനിമൽസ്, ഫൈലം ടീനോഫോറയിൽ വരുന്ന അനിമൽസ്, അതുപോലെ എക്കിനോഡേംസിൽ വരുന്ന അനിമൽസ്. ബാക്കി അനലിഡ മുതൽ താഴോട്ടുള്ള എല്ലാ ഫൈലംസിന്റെയും അനിമൽസ് ബൈലാറ്ററൽ സിമട്രി ആണ് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇക്കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് വിളിക്കുമ്പോൾ അനിമൽസിൽ 2 എംബ്രിയോണിക് ലെയേഴ്സ് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന അനിമൽസ് ആണ്. അതായത് എക്ടോഡേമും എൻഡോഡേമും മാത്രം ഡെവലപ്പ് ചെയ്യുന്നു. ഇതിന് 2നും ഇടയിലായിട്ട് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ഈസ് നോൺ ആസ് മീസോഗ്ലിയ. പിക്ചർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽ ഓർഗനൈസേഷന്റെ ഒരു ഡയഗ്രമാണ്. പുറമേക്ക് കാണിച്ചിരിക്കുന്നതാണ് എക്ടോഡേം, ഈ കാണിച്ചിരിക്കുന്നതാണ് എൻഡോഡേം, നടുവിലുള്ളതാണ് മീസോഗ്ലിയ. പിക്ചർ തന്നിട്ട് ഇത് മാർക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ അൺഡിഫറൻഷിയേറ്റഡ് ലെയർ എന്താണെന്നുള്ളത് എഴുതാൻ ആവശ്യപ്പെടാം. അതിന്റെ എക്സാമ്പിൾ ഓർത്തു വെക്കണം. സീലൻട്രേറ്റ ഫൈലം സീലൻട്രേറ്റയിൽ വരുന്ന അനിമൽസ് എല്ലാം ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് ആണ്. ഇനി ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസിൽ വരുമ്പോൾ അതിന് 3 എംബ്രിയോണിക് ജെം ലെയേഴ്സ് ഉണ്ടാവും. എക്ടോഡേമും എൻഡോഡേമും മീസോഡേമും. ഇപ്പൊ 3 വെൽ ഡിഫറൻഷിയേറ്റഡ് ലെയർ ആയിട്ട് എംബ്രിയോണിക് ലെയേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന അനിമൽസ് ആണ് ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ്. അപ്പൊ ഇവിടെയും ഡയഗ്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഡയഗ്രം നന്നായിട്ട് മാർക്ക് ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കണം. എക്ടോഡേം, അതുപോലെ തന്നെ എൻഡോഡേം, നടുവിൽ കാണുന്ന മീസോഡേം നടുക്കാണ് കാണുന്നത്. എൻഡോഡേം ഉള്ളിൽ കാണുന്ന ലെയർ ആണ് എൻഡോഡേം, ഔട്ടർ ലെയർ ആണ് എക്ടോഡേം. ഇതിന്റെയും എക്സാമ്പിൾസ് പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ കോഡേറ്റ്സ് വരെയുള്ള അനിമൽസ് എല്ലാം ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് ആണ്.
പ്ലാറ്റിഹെൽമിന്തസും അഷൽമിന്തസും അന്നലിഡയും ആർത്രോപോഡയും മൊളുസ്ക എക്കിനോഡെർമേറ്റയും കോഡേറ്റയും എല്ലാം ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസിന് എക്സാമ്പിൾസ് ആണ്. ഫിഗർ നന്നായിട്ട് നോക്കി വെക്കുക. ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എക്ടോഡേമും എൻഡോഡേമും നടുവിലായിട്ടൊരു അൺഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള മീസോഗ്ലിയ സെൽസ് ആയിട്ട് വെൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാറിയിട്ടില്ല മീസോഗ്ലിയ സെൽസ്. ഇനി ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ആ മീസോഗ്ലിയ സെൽസ് വെൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെല്ലുലാർ ഫോമിലേക്ക് മാറിയിട്ടുണ്ടാകും. ഇനി അടുത്ത ടോപ്പിക്കാണ് സീലോം. എന്താണ് സീലോം എന്ന് പറഞ്ഞാല്? എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിലായിട്ട് ഒരു ക്യാവിറ്റി ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഗട്ടിനും ബോഡി വാളിനും ഇടയിലായിട്ട് ഒരു ക്യാവിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ആ ക്യാവിറ്റിയാണ് സീലോം എന്ന് വിളിക്കുന്നത്. ഒരു ശരിക്കുള്ള ട്രൂ സീലോമില് ഇറ്റ് ഈസ് ലൈൻഡ് ബൈ മീസോഡേം സെൽസ്. മീസോഡേം സെൽസ് അകത്തും പുറത്തുമായിട്ട് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ക്യാവിറ്റി. ഇത് എൻഡോഡേം സെൽസ് ആണ്. ഇവിടെ ഗട്ടാണ്, ഇത് ഗട്ടാണ്. അപ്പൊ ഇതിനെ കവർ ചെയ്തുകൊണ്ടും മീസോഡേം സെൽസ് ഉണ്ട്. അതുപോലെ ഇവിടെ ബോഡി വാളിനെ കവർ ചെയ്തുകൊണ്ടും മീസോഡേം സെൽസ് ഉണ്ട്. അതാണ് ഒരു ട്രൂ സീലോം. സീലോമേറ്റ് അനിമലില് കാണുന്ന ഒരു ട്രൂ സീലോം. അപ്പൊ സീലോമിനെ ബേസ് ചെയ്തിട്ട് അനിമൽസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സീലോമേറ്റ്സ്, സീഡോ സീലോമേറ്റ്, എസീലോമേറ്റ്. സീലോമേറ്റ് അനിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശരിക്കുള്ള സീലോമുള്ള അനിമൽസ്. ശരിക്ക് ട്രൂ ആയിട്ടുള്ള ഒരു സീലോം ഡെവലപ്പ് ചെയ്യുന്ന അനിമൽസ് ആണ് സീലോമേറ്റ് അനിമൽസ്. അപ്പൊ അവിടെയും എക്സാമ്പിൾസിന് വളരെ പ്രാധാന്യമുണ്ട്. അനലിറ്റ്സ്, മൊളുസ്കൻസ്, ആർത്രോപോഡ്സ്, എക്കിനോഡംസ്, ഹെമികോഡൈറ്റ്സ്, കോഡൈറ്റ്സ്. അപ്പൊ അനിലിഡ മുതൽ താഴേക്കുള്ള എല്ലാ ഫൈലത്തിലും അനിമൽസിന് ഒരു ശരിക്കുള്ള സീലോം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവ സീലോമേറ്റ്സ് അനിമൽസ് ആണ്. ഇനി സീഡോ സീലോമേറ്റ് അനിമൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു ട്രൂ ഒരു സീലോം ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ഇവിടെ മീസോഡേം സെൽസ് ഒരു സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് കാണും. ഇപ്പൊ ഒരു സീലോമേറ്റ് അനിമൽസിലാണെങ്കിൽ എൻഡോഡേമിനെയും എക്ടോഡേമിനെയും മീസോഡേം സെൽസ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം മീസോഡേം സെൽസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ എൻഡോഡേമിനെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സീലോം എന്ന് പറയുന്ന ക്യാവിറ്റിയെ പൂർണ്ണമായിട്ട് മീസോഡേം സെൽസ് കൊണ്ട് കവർ ചെയ്തിട്ടില്ല. അതിന് പകരം മീസോഡേം സെൽസ് അവിടെ എവിടെയായിട്ട് സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് കാണുന്നു. അപ്പൊ അത്തരം ഓർഗനൈസേഷനാണ് സീഡോ സീലോമേറ്റ് അനിമൽസിനുള്ളത്. അപ്പൊ പിക്ചർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. സീഡോ സീലോമേറ്റ് അനിമൽസ്. അപ്പൊ അതിന്റെയും എക്സാമ്പിൾസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അഷൽമിന്തസ് ഫൈലത്തിൽ വരുന്ന അനിമൽസ് എല്ലാം സീഡോ സീലോമേറ്റ് അനിമൽസ് ആണ്. അപ്പൊ സീഡോ സീലോമേറ്റ് ആയിട്ട് നമുക്ക് ഒരേ ഒരു ഫൈലം മാത്രമേ എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളൂ. ദാറ്റ് ഈസ് അഷൽമിന്തസ്. അപ്പൊ അഷൽമിന്തസിൽ വരുന്ന അനിമൽസ് എല്ലാം സീഡോ സീലോമേറ്റ് അനിമൽസ് ആണെന്ന് ഓർക്കുക. എസീലോമേറ്റിലേക്ക് വരുമ്പോൾ ദ അനിമൽസ് ഇൻ വിച്ച് ദ ബോഡി ക്യാവിറ്റി ഈസ് ആബ്സെന്റ് ആർ കാൾഡ് എസീലോമേറ്റ് അനിമൽസ്. അപ്പൊ അവിടെയും നമുക്ക് ഒരു എക്സാമ്പിൾ ആണ് പഠിക്കാനുള്ളത്, പ്ലാറ്റിഹെൽമിന്തസ്. അപ്പൊ അവിടെയും ഓർക്കുക, പ്ലാറ്റിഹെൽമിന്തസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ആ അനിമൽസ് എല്ലാം എസീലോമേറ്റ് അനിമൽസ് ആണ്. അപ്പൊ അവിടെ ഒരു സീലോം എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ഡെവലപ്പ് ചെയ്യുന്നില്ല. എൻഡോഡേമിനും എക്ടോഡേമിനും ഇടയിലായിട്ട് അല്ലെങ്കിൽ ബോഡി വാളിനും ഗട്ടിനും ഇടയിലായിട്ട് മീസോഡേം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ശരിക്കുള്ള ഒരു സീലോം ഇവയിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവ എസീലോമേറ്റ് അനിമൽസ് ആണ്. അവിടെയും എക്സാമ്പിൾ ഓർത്തു വെക്കുക, പ്ലാറ്റിഹെൽമിന്തസ്. അപ്പൊ 3 സീലോമിന്റെയും പിക്ചർ നന്നായിട്ട് നോക്കി വെക്കുക. പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. സീലോമേറ്റ്, സീഡോ സീലോമേറ്റ്, എസീലോമേറ്റ്. ഇനി ഈ ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. Fill the blanks. An undifferentiated layer dash is present in between the ectoderm and the endoderm in diploblastic animals. ഇപ്പൊ ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസിൽ കാണുന്ന അൺഡിഫറൻഷിയേറ്റഡ് ലെയറിന്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അൺഡിഫറൻഷിയേറ്റഡ് ലെയർ? ദാറ്റ് ഈസ് മീസോഗ്ലിയ. മീസോഗ്ലിയ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഇതുപോലെ പിക്ചർ തന്നിട്ട്
The diagram of an animal is given. Identify its symmetry. ഇതിന്റെ സിമെട്രി ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നമുക്ക് വ്യക്തമായിട്ടറിയാം ഇത് എന്താണ്, ബൈലാറ്ററൽ സിമെട്രിക്ക് എക്സാമ്പിൾ ആണ്. The diagram of an animal is given. Identify its symmetry. ഈ പിക്ചർ തന്നിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം സിമെട്രി ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതാണ്. സോ ദ സിമെട്രി ഈസ് റേഡിയൽ സിമെട്രി. നെയിം ദ 3 ഫൈലം വിത്ത് റേഡിയൽ സിമെട്രിക് ബോഡി. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. റേഡിയൽ സിമെട്രിക് ബോഡിയുള്ള 3 ഫൈലത്തിന് എക്സാമ്പിൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ 3 ഫൈലത്തിന്റെ പേര് പ്രത്യേകം ഓർത്തു വെക്കുക. സീലൻട്രൈറ്റ്സ്, ടീനോഫോർസ്, എക്കിനോഡേംസ്. ഈ 3 ഫൈലംസ് എന്തിന് എക്സാമ്പിൾ ആണ്? റേഡിയലി സിമെട്രിക്കൽ ബോഡിക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതും ഓർക്കുമ്പോൾ ഈ ഫൈലത്തിൽ വരുന്ന അനിമൽസിന്റെ പേരും പ്രത്യേകം ഓർത്തു വെക്കുക. പേര് തന്നിട്ട് സിമെട്രി ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ സീഡോസീലോമേറ്റ് അനിമൽ ഫ്രം ദ ഫോളോയിങ്. ടേപ്പുവോം, ഹൂക്കുവോം, എർത്തുവോം, ഹണീബി. അപ്പൊ ഫൈലത്തിന്റെ പേര് പഠിച്ചാൽ മാത്രം പോരാ, ആ ഫൈലത്തിൽ വരുന്ന അനിമൽസിന്റെ പേരുകൾ നമ്മൾ ഓർത്ത് വെക്കണം. എന്നാല് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സിലാക്കി സീഡോസീലോമേറ്റ് അനിമൽസ് വരുന്ന ഫൈലം ഏതാണ്? ഫൈലം അഷൽമിന്തസ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ അഷൽമിന്തസിൽ വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ് അത് ഓർത്തു വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അസ്കാരിസ് അഥവാ റൗണ്ട് വോം, ഉച്ചറേറിയ അഥവാ ഫൈലേറിയൽ വോം, ആൻസൈലോസ്റ്റോമ അഥവാ ഹൂക്ക് വോം. ഈ അനിമലാണ് ഇതിന്റെ എക്സാമ്പിൾസ്. സീഡോസീലോമേറ്റ് അനിമൽസിന് എക്സാമ്പിൾസ്. അപ്പൊ സീഡോസീലോമേറ്റ് അനിമൽസ് വരുന്ന ഫൈലം അഷൽമിന്തസ് ആണ്. ആ അഷൽമിന്തസിൽ വരുന്ന അനിമൽസിന് എക്സാമ്പിൾസ് ആണ് അസ്കാരിസ്, ഉച്ചറേറിയ, ആൻസൈലോസ്റ്റോമ. അപ്പൊ ആ പേരും ഓർത്തു വെക്കണം. അതുപോലെ തന്നെ അതിന്റെ കോമൺ നെയിം റൗണ്ട് വോം, ഫൈലേറിയ വോം, ഹൂക്ക് വോം. ഈ രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആൻസർ എന്താണ്? ഹൂക്ക് വോം ആണ് നമ്മുടെ ആൻസർ. റൈറ്റ് ദ സിമെട്രി ഓഫ് ദ ഫോളോയിങ് ഫൈലം. ഇവിടെ നോക്കൂ ക്വസ്റ്റ്യൻ. ഫൈലത്തിന്റെ പേര് തന്നിരുന്നിട്ട് സിമെട്രി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ ഫൈലത്തിന്റെയും സിമെട്രി എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഫൈലം പോറിഫറയെ സംബന്ധിച്ച് അസിമെട്രിക്കൽ അനിമൽസ് ആണ്. ടീനോഫോറയെ സംബന്ധിച്ച് റേഡിയലി സിമെട്രിക്കൽ അനിമൽസ് ആണ്. കോഡേറ്റ ബൈലാറ്ററൽ സിമെട്രി ആണ്. നിഡേറിയ റേഡിയലി സിമെട്രിക്കൽ അനിമൽസ് ആണ്. അപ്പൊ ഫൈലത്തിന്റെ പേരും അതിന്റെ സിമെട്രിയും ഓർത്തു വയ്ക്കുക. കാറ്റഗറൈസ് ദ ഫോളോയിങ് അനിമൽ അണ്ടർ റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. ഫൈസേലിയ, ടേപ്പുവോം, ഫാഷിയോള, അഡാംസിയ. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ എക്സാമ്പിൾസ് തന്നിട്ടാണ് നമ്മളോട് റേഡിയൽ സിമെട്രിയും ബൈലാറ്ററൽ സിമെട്രിയുമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഫൈസേലിയ എന്ന് പറയുന്നത് ഏത് ഫൈലത്തിൽ വരുന്നതാണ്? ഫൈലം സീലൻട്രേറ്റയിൽ വരുന്ന അനിമലാണ്. അപ്പൊ സീലൻട്രേറ്റയിൽ വരുന്ന അനിമല് എന്ത് സിമെട്രിയാണ്? റേഡിയൽ സിമെട്രിയാണ്. അപ്പൊ ടേപ്പുവോം അത് പ്ലാറ്റി ഹെൽമിന്തസിൽ വരുന്ന അനിമലാണ്. അപ്പൊ അത് ബൈലാറ്ററൽ സിമെട്രി ആണ്. ഫാഷിയോള അതുപോലെ ഫാഷിയോള ഏതിൽ വരുന്നതാണ്? അസ്കൽമിന്തസിൽ വരുന്ന അനിമലാണ്. അതും ബൈലാറ്ററൽ സിമെട്രി ആണ്. അഡാംസിയ എക്കിനോഡെർമേറ്റയിൽ വരുന്ന അഡാംസിയ സീലൻട്രേറ്റയിൽ വരുന്ന അനിമലാണ്. അപ്പൊ അവിടെയും റേഡിയൽ സിമെട്രി ആണ്. അപ്പൊ അതായത് നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ഫൈലവും എന്ത് സിമെട്രി വരുന്നു എന്നും ആ ഫൈലത്തിൽ വരുന്ന എക്സാമ്പിൾസിന്റെ പേരും ഓർത്തു വെച്ചാല് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ ചോദിക്കുമ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എമംഗ് ദ ഡിഫറന്റ് ഫൈല ഓഫ് അനിമൽസ് ഡാഷ് ഹാവ് സീഡോസീലോ. അങ്ങനത്തെ ഒരു ഒൻപത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് അനിമൽസ് ആണ് സീഡോസീലോമേറ്റ് അനിമൽസ്? അഷൽമിന്തസ് ആണ് സീഡോസീലോമേറ്റ് അനിമൽസ്. ഐഡന്റിഫൈ ദ സീഡോസീലോമേറ്റ് ഫ്രം ദ ഫോളോയിങ് ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ നിന്നും സീഡോസീലോമേറ്റിനെ കണ്ടെത്തുക. സംശയമില്ല, നമുക്ക് ഈ ഡയഗ്രാമാണ്. ബി ആണ് സീഡോസീലോമേറ്റ് അനിമൽസ്. എ എന്ന് പറയുമ്പോൾ എന്താണിത്? ഇത് സീലോമേറ്റ് അനിമൽസ് ആണ്. നെയിം ദ ഫൈലം വിത്ത് സീഡോസീലോം. സീഡോസീലോമുള്ള ഫൈലം ഏതാണ്? അഷൽമിന്തസ് ആണ് സീഡോസീലോമുള്ള ഫൈലം. വിച്ച് ഓഫ് ദ എബോവ് ഫിഗർ ഷോസ് സീലോമേറ്റ്. അപ്പൊ ഇതില് സീലോമേറ്റിന്റെ ഫിഗർ ഏതാണ്? ഫിഗർ എ ആണ് സീലോമേറ്റിന്റെ ഫിഗർ. Arrange the following terms under 2 headings based on symmetry. ഇപ്പൊ സിമെട്രിയെ ബേസ് ചെയ്തുകൊണ്ട് ഈ
ഫൈലത്തിന്റെ പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആർത്രോപോഡ്സ്, ടീനോഫോർസ്, മൊളുസ്കൻസ്, സീലൻഡ്രേറ്റ്സ്. ഈ ഫൈലത്തിന് സിമട്രിയെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ആർത്രോപോഡ്സ് ഏത് സിമട്രിയിൽ വരും? ബൈലാറ്ററൽ സിമട്രിയിൽ വരും. ടീനോഫോർസ് ഏത് സിമട്രിയിൽ വരും? ടീനോഫോറ റേഡിയൽ സിമട്രി. മൊളുസ്കൻസ് ഏത് സിമട്രിയിൽ വരും? ബൈലാറ്ററൽ സിമട്രിയിൽ വരും. സീലൻഡ്രേറ്റ്സ് ഏത് സിമട്രിയിൽ വരും? റേഡിയൽ സിമട്രിയിൽ വരും. ആ രീതിയിൽ റേഡിയൽ സിമട്രി എന്നും ബൈലാറ്ററൽ സിമട്രി എന്നും രണ്ട് കോളം വരച്ചിട്ട് ഈ അനിമൽസ് ഗ്രൂപ്പിനെ, ഫൈലത്തിനെ അതിലേക്ക് ക്ലാസിഫൈ ചെയ്യുക. ഒബ്സർവ് the table given below and fill the blanks columns A, B, C, D from the animals given in the bracket. അപ്പോൾ ഇവിടെ ചാർട്ട് തന്നിട്ടുണ്ട്, കുറച്ച് ബ്ലാങ്ക് ABCD തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യേണ്ട എക്സാമ്പിൾസ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അസിമെട്രിക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ സൈക്കോൺ തന്നിട്ടുണ്ട്. റേഡിയൽ സിമെട്രിക്കുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ നിന്നും കണ്ടെത്തണം. ആരെ കണ്ടെത്താം? സീലൻഡ്രേറ്റ റേഡിയൽ സിമെട്രി ആണ്, അവിടെ ഹൈഡ്ര ഉണ്ട്. അതുപോലെ തന്നെ റേഡിയൽ സിമെട്രിക്ക് മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് ഒബീലിയ ഉണ്ട്. അപ്പൊ ഇവിടെ എയും ഡിയും റേഡിയൽ സിമെട്രിക് എക്സാമ്പിൾ ആണ്. അസിമെട്രിക് എക്സാമ്പിൾ ആയിട്ട് മറ്റാരാണ് ഇവിടെ ഉള്ളത്? സൈക്കോൺ ഉണ്ട്. പിന്നെ ആരുണ്ട്? സ്പോഞ്ചില ഉണ്ട്. ബൈലാറ്ററൽ സിമെട്രിക് എക്സാമ്പിൾ ആയിട്ടോ ഇവിടെ ഷാർക്ക് ഉണ്ട്. അപ്പൊ ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അറേഞ്ച് ദ ഫോളോയിങ് ഫൈലം ബേസ്ഡ് ഓൺ ദെയർ സീലോം കണ്ടീഷൻസ്. അഷൽമെന്തസ്, ആർത്രോപോഡ, ടീനോഫോറ ഇവയുടെ സീലോമിന്റെ നേച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുക. അഷൽമെന്തസ് എന്ത് സീലോമാണ്? സീഡോസീലോമേറ്റ് അനിമൽസ് ആണ്. ആർത്രോപോഡ സീലോമേറ്റ് അനിമൽസ് ആണ്. ടീനോഫോറ എസീലോമേറ്റ് അനിമൽസ് ആണ്. അടുത്ത നമുക്ക് ഫൈലം പോറിഫെറയിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ നോക്കാം. ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് ഓസ്റ്റിയ, ഓസ്കുലം, കൊവാനോസൈറ്റ്സ്. ഈ മൂന്ന് ടേമും എന്താണെന്ന് അറിയണം. ആ ഫൈലത്തിന്റെ എക്സാമ്പിൾസും മനസ്സിലാക്കണം. ഓസ്റ്റിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫൈലം പോറിഫെറയിൽ വരുന്ന അനിമൽസിന്റെ ശരീരത്തിന്റെ പുറത്ത് മൊത്തം മൈന്യൂട്ട് ആയിട്ടുള്ള ഹോളുകളുണ്ട് അല്ലെ? ആ ഹോളുകളെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ. The minute pores in the body wall through which water enters into central cavity spongiocele is called ostia. അപ്പോൾ ഇതിനകത്തുള്ള ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസീൽ. അപ്പൊ സ്പോഞ്ചോസീലിലേക്ക് വാട്ടർ അകത്തേക്ക് കയറുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള പോർസിനെയാണ്, ഹോളുകളെയാണ് ഓസ്റ്റിയ എന്ന് വിളിക്കുന്നത്. ഈ ഓസ്റ്റിയയിൽ കൂടെ വാട്ടർ അകത്തേക്ക് കടന്നിട്ട് ഈ സ്പോഞ്ചോസീൽ എന്ന് പറഞ്ഞ ക്യാവിറ്റിയിലേക്ക് എത്തുന്നു. എന്നിട്ട് ഓസ്കുലം എന്ന് പറയുന്ന ഈ ഭാഗത്തുകൂടെ വാട്ടർ പുറത്തേക്ക് പോകുന്നു. ദ പാർട്ട് ത്രൂ വിച്ച് വാട്ടർ ഗോസ് ഔട്ട് ഓഫ് ദ സെൻട്രൽ ക്യാവിറ്റി ഓഫ് സ്പോഞ്ചോസീൽ ഈസ് കാൾഡ് ഓസ്കുലം. വെള്ളം പുറത്തേക്ക് പോകുന്ന ആ പാർട്ടിനെയാണ് എന്ത് വിളിക്കുക? ഓസ്കുലം എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ഓസ്റ്റിയ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക, ഓസ്കുലം എന്താണെന്ന് മനസ്സിലാക്കുക. സ്പോഞ്ചസിന് ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഒരു കനാൽ സിസ്റ്റം ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇനി കൊവാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ്. എന്താണ് കൊവാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ് എന്ന് പറയുന്നത്? ഇതിന്റെ സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ക്യാവിറ്റിക്ക് അകവശത്തെ ആവരണം ചെയ്തുകൊണ്ട് കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ് കൊവാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ്. കൊവാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ് ലൈൻസ് ദ സ്പോഞ്ചോസീൽ ആൻഡ് ദ കനാൽസ്. കനാൽസിനെയും സ്പോഞ്ചോസീലിനെയും ലൈൻ ചെയ്തുകൊണ്ട് കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ് കൊവാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാർ സെൽസ്. ഇനി എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സൈക്കോൺ അഥവാ സ്കൈഫ, സ്പോഞ്ചില അഥവാ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യൂസ്പോഞ്ചിയ അഥവാ ബാത്ത് സ്പോഞ്ച്. എക്സാമ്പിൾസ് സൈക്കോൺ അഥവാ സ്കൈഫ, സ്പോഞ്ചില ഓർ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യൂസ്പോഞ്ചിയ ഓർ ബാത്ത് സ്പോഞ്ച്. ഈ രണ്ട് നെയിമും പഠിക്കണം. മിക്കവാറും ഒക്കെ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വേണമെങ്കിലൊക്കെ ഇത് ചോദിക്കാം. സൈക്കോൺ, സ്കൈഫ, സ്പോഞ്ചില, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്, യൂസ്പോഞ്ചിയ, ബാത്ത് സ്പോഞ്ച്. ഇനി സീലൻഡ്രേറ്റ അഥവാ നിഡേറിയ എന്ന് പറയുന്ന ഫൈലത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എന്ന് പറയുന്നത്
നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ്, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, എക്സാമ്പിൾസ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഫൈലം സീലൻഡ്രേറ്റയിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. എന്താണ് നിഡോബ്ലാസ്റ്റ്? ഇപ്പോൾ ഈ ഹൈഡ്ര പോലെയുള്ള ഈ ആനിമൽസിൽ ടെൻഡക്കിൾസ് ഉണ്ടെന്നറിയാം. ഈ ടെൻഡക്കിൾസിന്റെ പുറത്ത് കാണുന്ന ചെറിയ സ്റ്റിങ്ങിങ് സെൽസ് ആണ് ഈ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആ പേരിൽ നിന്നാണ് ഈ ഫൈലത്തിന് നിഡേറിയ എന്നുള്ള ഒരു പേര് കൂടെ വന്നിട്ടുള്ളത്. എന്താണ് നിഡോബ്ലാസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഫിഗർ തന്നിരുന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. നിഡോബ്ലാസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ആങ്കറേജ്, ഡിഫൻസ് ആൻഡ് ഫോർ ദ ക്യാപ്ചർ ഓഫ് പ്രേ. ആങ്കറേജിനും എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കാനും, ഡിഫൻസ് ചെയ്യാനും, എതിരാളികളെ ആക്രമിക്കാനും, ക്യാപ്ചർ ഓഫ് ദ പ്രേ ഇര പിടിക്കുവാനുമുള്ള ഒരു അനുകൂലനമാണ് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ് എന്ന് പറയുന്നത്. പിക്ചർ പ്രത്യേകം നോക്കി വെക്കുക. നിഡേറിയൻസ് എക്സിബിറ്റ് 2 ബേസിക് ബോഡി ഫോംസ് കാൾഡ് പോളിപ്സ് ആൻഡ് മെഡൂസ. അപ്പൊ ഈ 2 പിക്ചറും പ്രത്യേകം നോക്കുക. ഇത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ രീതിയിൽ അംബ്രല്ല ഷേപ്പിൽ കാണുന്ന ഇതാണ് മെഡൂസ സ്റ്റേജ്. ഹൈഡ്രയുടെ ഷേപ്പിൽ കാണുന്ന ഇതാണ് പോളിപ്പ് സ്റ്റേജ്. ഇപ്പൊ പോളിപ്പും മെഡൂസ. ഇവിടെ അഡാംസിയയുടെ അല്ലെങ്കിൽ സി അനിമോണിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒറീലിയയുടെ പിക്ചർ, മെഡൂസ സ്റ്റേജിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ ഈ പിക്ചറും ശ്രദ്ധിച്ചു വെക്കുക. ഇവയുടെ പോളിപ്പ് സ്റ്റേജും മെഡൂസ സ്റ്റേജും മനസ്സിലാക്കി വെക്കുക. ഒരു കമ്പാരിസൺ അവിടെ കൊടുത്തിട്ടുണ്ട്. പോളിപ്പ് എന്ന് പറഞ്ഞാൽ സെസൈൽ ഫോമാണ്, സിലിണ്ട്രിക്കൽ ഫോമാണ്, അസെക്ഷൽ ഫോമാണ്. മെഡൂസ എന്ന് പറയുന്നത് ഫ്രീ സ്വിമ്മിംഗ് ഫോമാണ്, അംബ്രല ഷേപ്ഡ്, സെക്ഷൽ ഫോമാണ്. പോളിപ്പ് രൂപത്തിൽ കാണുന്ന സീലൻഡ്രേറ്റിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രയും അഡാംസിയും. മെഡൂസ രൂപത്തിൽ കാണുന്ന സീലൻഡ്രേറ്റിന് എക്സാമ്പിൾ ആണ് ഒറീലിയ ഓർ ജെല്ലി ഫിഷ്. Those nidarians which exist in both the forms exhibit alternation of generation or metagenesis. ഇപ്പൊ എന്താണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജെനിസിസ് എന്ന് പറഞ്ഞാൽ 2 ഫോമിലും കാണുന്നതാണ്. അതായത് പോളിപ്പ് പ്രൊഡ്യൂസ് മെഡൂസ അസെക്ഷലി ആൻഡ് മെഡൂസ ഫോം ദ പോളിപ്പ് സെക്ഷലി. ഇപ്പൊ പോളിപ്പിൽ നിന്നും മെഡൂസ ഉണ്ടാകും. അതെന്ത് റീപ്രൊഡക്ഷൻ ആണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. മെഡൂസയിൽ നിന്നും പോളിപ്പ് ഉണ്ടാകും. അതെന്ത് റീപ്രൊഡക്ഷൻ ആണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഈ രീതിയിൽ രണ്ട് രീതിയിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അഥവാ മെറ്റാജെനിസിസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ബീലിയെ പോലെയുള്ള ചില അനിമൽസ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജെനിസിസ് കാണിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? പോളിപ്പിൽ നിന്നും മെഡൂസ ഉണ്ടാകുന്നു, മെഡൂസയിൽ നിന്നും പോളിപ്പ് ഉണ്ടാകുന്നു. പോളിപ്പിൽ നിന്നും മെഡൂസ ഉണ്ടാകുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനും മെഡൂസയിൽ നിന്നും പോളിപ്പ് ഉണ്ടാകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനുമാണ്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് നോക്കുക. ഫൈസേലിയ അല്ലെങ്കിൽ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അപ്പൊ ഇതിന്റെ സയന്റിഫിക് നെയിമും അതുപോലെ ഇതിന്റെ കോമൺ നെയിമും ഓർത്തു വെക്കണം. ഫൈസേലിയ അഥവാ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, അഡാംസിയ അഥവാ സീ അനിമോൺ, പെനാറ്റുല അഥവാ സീപ്പൻ, ഗോർഗോണിയ അഥവാ സീ ഫാൻ, മിയാൻഡ്രിന അഥവാ ബ്രെയിൻ കോറൽ. ഈ എക്സാമ്പിൾസ് 4 എക്സാമ്പിൾസും അതിന്റെ കോമൺ നെയിം അഡാംസിയ, സീ അനിമോൺ, പെനാറ്റുല, സീപ്പൻ, ഗോർഗോണിയ, സീ ഫാൻ, മിയാൻഡ്രിന, ബ്രെയിൻ കോറൽ. എക്സാമ്പിൾസിന്റെ പേരും അതുപോലെ അതിന്റെ കോമൺ നെയിമും പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഇത് പരസ്പരം മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഫൈസേലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. ഇനി ഫൈലം ടീനോഫോറയിലേക്ക് വരുമ്പോൾ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എന്ന് പറയുന്നത് കോംബുപ്ലേറ്റ്സ്, ബയോലൂമിനസെൻസ് എക്സാമ്പിൾസുമാണ്. കോംബുപ്ലേറ്റ്സ്, ബയോലൂമിനസെൻസ് എക്സാമ്പിൾസുമാണ് പഠിക്കേണ്ടത്. കോംബുപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ടീനോഫോറയിൽ വരുന്ന അനിമൽസിന്റെ ശരീരത്തിന്റെ പുറത്ത് bears 8 external rows of ciliated comboplates which help in locomotion.
ലോക്കോമോഷന് സഹായിക്കാനായിട്ട് കുറച്ച് കാണുന്ന സീലിയേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് കോംബോപ്ലൈറ്റ്സ്. The body bears 8 external rows of ciliated comboplates which help in locomotion. ലോക്കോമോഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാണുന്ന സീലിയേറ്റഡ് സ്ട്രക്ചർ ആണ് ഈ കോംബോപ്ലൈറ്റ്സ്. ഇനി ഇവയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് ബയോലൂമിനസെൻസ്. ബയോലൂമിനസെൻസ് അതായത് ഒരു ലിവിങ് ഓർഗാനിസത്തിന് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ ബയോലൂമിനസെൻസ് എന്ന് വിളിക്കുന്നത്. ഇത് ടീനോഫോർസിൽ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ഇതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പ്ലൂറോബ്രാക്കിയ, പ്ലൂറോബ്രാക്കിയ പേര് ഓർക്കുക, പ്ലൂറോബ്രാക്കിയ. അതുപോലെ ടീനോപ്ലാന, പ്ലൂറോബ്രാക്കിയയും ടീനോപ്ലാനയും 2 എക്സാമ്പിൾസും പേര് നന്നായിട്ട് ഓർത്തു വെക്കുക. ടീനോഫോറയ്ക്ക് എക്സാമ്പിൾസ് ആണ്. ഇനി ഫൈലം പ്ലാറ്റിഹെൽമിന്തസിലേക്ക് വരുമ്പോൾ അഡാപ്റ്റേഷൻസ് ഓഫ് പാരസിറ്റിക് ഫോംസ് ആണ് നമുക്കിതിൽ പഠിക്കേണ്ട ഫോക്കസ് ഏരിയ ടോപ്പിക്. പാരസൈറ്റ്സ് ആണ് പ്ലാറ്റിഹെൽമിന്തസിലെ അനിമൽസ് മെജോറിറ്റിയും. ഇവയുടെ എക്സാമ്പിൾസും പഠിക്കണം. അപ്പോൾ അതിന്റെ എന്തൊക്കെ പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് ഉണ്ട് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഹൂക്സ് ആൻഡ് സക്കേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ പാരസിറ്റിക് ഫോം. പാരസിറ്റ്സിന് എന്തുണ്ട്? ഹൂക്കും സക്കേഴ്സും ഉണ്ടെന്നുള്ളത് ഒരു പോയിന്റ് ആണ്. പിന്നെ സം ഓഫ് ദം അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് ഡയറക്ട്ലി ത്രൂ ദെയർ ബോഡി സർഫസ്. അപ്പൊ ബോഡി സർഫസിൽ കൂടെ തന്നെ ന്യൂട്രിയന്റ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇത് രണ്ടും പാരസിറ്റിക് ഫോംസിന്റെ അഡാപ്റ്റേഷൻ ആയിട്ട് ഓർത്തു വെക്കുക. പ്രസൻസ് ഓഫ് ഹൂക്സ് ആൻഡ് സക്കേഴ്സും അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് ഡയറക്ട്ലി ത്രൂ ദെയർ ബോഡി സർഫസ്. ഇനി എക്സാമ്പിൾസ് വരുമ്പോൾ ടീനിയ അഥവാ ടേപ്പുവോ, ഫാഷിയോള അഥവാ ലിവർ ഫ്ലൂക്ക്, ഫാഷിയോള അഥവാ ലിവർ ഫ്ലൂക്ക്. ഈ 2 എക്സാമ്പിൾസ് ഓർത്തു വെച്ചാൽ മതി. ഇനി അഷൽമെന്തസിലേക്ക് വരുമ്പോൾ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ വേംസ് ആൻഡ് എക്സാമ്പിൾസ്. മെയിൽ വേമിന്റെയും ഫീമെയിൽ വേമിനെയും എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതായിരിക്കും ഇതിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം. Sexes are separate or dioecious, that is males and females are distinct. Often females are longer than males. അപ്പോൾ അതിൽ ഒരു ഐഡന്റിഫിക്കേഷൻ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? മെയിലിനെക്കാളും ലോങ്ങർ ആണ് ഫീമെയിൽസ്. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. അപ്പൊ അതൊന്ന് പഠിച്ചാൽ മതി. ഇനി എക്സാമ്പിൾസിലേക്ക് വരുമ്പോൾ അസ്കാരിസ് അഥവാ റൗണ്ട് വോം, അസ്കാരിസ് അഥവാ റൗണ്ട് വോം. ദെൻ നെക്സ്റ്റ് ഉച്ചറേറിയ അഥവാ ഫൈലേറിയ വോം, ഉച്ചറേറിയ ഓർ ഫൈലേറിയ വോം, എലിഫന്റിയാസിസ് ഉണ്ടാക്കുന്ന ഫൈലേറിയൽ വോം. ദെൻ ആൻസൈലോസ്റ്റോമ അഥവാ ഹൂക്ക് വോം, ഹൂക്ക് വോം ഓർ ആൻസൈലോസ്റ്റോമ. ഈ എക്സാമ്പിൾസ് ഭംഗിയായിട്ട് ഓർത്തു വെക്കുക. അനിമൽ കിങ്ഡത്തിലെ അടുത്ത ഫൈലം അനലിഡയാണ്. അനലിഡയുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് മെറ്റാമറിസം, പാരാപ്പോഡിയ, നെഫ്രീഡിയ. എക്സാമ്പിൾസ് മെറ്റാമറിസം, പാരാപ്പോഡിയ, നെഫ്രീഡിയ, അതിന്റെ എക്സാമ്പിൾസും ആണ് ഇതിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ വരുന്നത്. എന്താണ് മെറ്റാമറിസം? ബോഡിയെ ഡിഫറന്റ് സെഗ്മെന്റ്സ് ആയിട്ട്, ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ മെറ്റാമറിക് സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. Their body surface is distinctly marked out into segments or metameres and hence the phylum name Annelida. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ അനലിഡ എന്നുള്ള പേര് കൊടുക്കാൻ തന്നെ കാരണം. ഇനി പാരപ്പോഡിയ. Aquatic animals like Nereis possess lateral appendages, parapodia, which help in swimming. നീറിസ് അനലിഡയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് നീറിസ്. അപ്പൊ നീറിസിൽ കാണുന്ന ലാറ്ററൽ അപ്പൻഡേജസ് ആണ്, അതിന് നീന്താൻ സഹായിക്കുന്ന ലാറ്ററൽ അപ്പൻഡേജസ് ആണ് പാരപ്പോഡിയ എന്നുള്ള ടേം ഓർമ്മിക്കുക. ഇനി നെഫ്രീഡിയ എന്ന് പറയുന്നത് ഇവയുടെ എക്സ്ക്രീറ്ററി ഓർഗനാണ്. ഓസ്മോ റെഗുലേഷനും അതുപോലെ എക്സ്ക്രീഷനും സഹായിക്കുന്ന ഓർഗനാണ് നെഫ്രീഡിയ. എക്സാമ്പിൾസിലേക്ക് വരുമ്പോൾ നീറിസ്,
ഫ്രറ്റീമ അഥവാ എർത്തുവേം അഥവാ ഫ്രറ്റീമ, ഹിർഡുനേറിയ ബ്ലഡ് സക്കിംഗ് ലീച്ച്. 3 എക്സാമ്പിൾസ് ഓർമ്മിക്കുക. നീറിസ്, ഫ്രറ്റീമ അഥവാ എർത്തുവേം, ഹിർഡുനേറിയ അഥവാ ബ്ലഡ് സക്കിംഗ് ലീച്ച്. ഇത് 3 അനലിഡയുടെ എക്സാമ്പിൾസ് ആണ്. ഇനി ആർത്രോപോഡയിലേക്ക് വരുമ്പോൾ മാൽപീജിയൻ ട്യൂബ്യൂൾസ്, എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട്സും വെക്ടേഴ്സും എക്സാമ്പിൾസും. ഇതാണ് ഫൈലം ആർത്രോപോഡയിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ പഠിക്കേണ്ടത്. മാൽപീജിയൻ ട്യൂബ്യൂൾസ്, എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട്സ്, വെക്ടേഴ്സ്, അതിന്റെ എക്സാമ്പിൾസും. മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്താണെന്ന് അറിയാം അല്ലെ? ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ആർത്രോപോഡ്സ് ആർ കാൾഡ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ആർത്രോപോഡ്സിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഇനി എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട്സിന്റെ എക്സാമ്പിൾസ്: എപ്പിസ് അഥവാ ഹണിബി, ബോംബിക്സ് അഥവാ സിൽക്ക് വോം, ലാക്സിഫർ അഥവാ ലാക്ക് ഇൻസെക്ട്. ഇത് പ്രത്യേകം ഓർക്കുക. ഇത് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട്സിന്റെ എക്സാമ്പിൾസ് ആണ്. അത് എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി വെക്ടേഴ്സിന് എക്സാമ്പിൾസ്: അനോഫിലസ്, ക്യൂലെക്സ്, ഏഡിസ്. അനോഫിലസും ക്യൂലെക്സും ഏഡിസും എന്താണ്? മൊസ്കിറ്റോസ് ആണ്. രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നവരാണ് വെക്ടേഴ്സ്. അപ്പൊ വെക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് ഈ 3 മൊസ്കിറ്റോസും. ഇനി ഫൈലം മൊളുസ്കയിലേക്ക് വരുമ്പോൾ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് റാഡുലയാണ്. പിന്നെ എക്സാമ്പിൾസ് ആണ് പഠിക്കേണ്ടത്. ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ റാഡുല. എന്താണ് റാഡുല? ദ മൗത്ത് കണ്ടെയ്ൻസ് എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിംഗ് കാൾഡ് റാഡുല. അതിന്റെ മൗത്തില് അതിന് റാസ്പ് ചെയ്യുന്ന മീൻസ് എന്താണ്? ഒരു കട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ആണ് റാഡുല എന്നുള്ളത് ഓർമ്മിക്കുക. ഫൈലം മൊളുസ്ക അല്ലെങ്കിൽ മൊളുസ്കൻസിൽ കാണുന്ന ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിംഗ് ആണ് റാഡുല. എക്സാമ്പിൾസ്: പൈല അഥവാ ആപ്പിൾ സ്നെയിൽ, പിങ്ടാഡ അഥവാ പേൾ ഓയിസ്റ്റർ, സെപ്പിയ ഓർ കട്ടിൽ ഫിഷ്, ലോലിഗോ ഓർ സ്ക്വിഡ്, octopus or devilfish, Aplysia or sea hare, Dentalium or tusk shell, Chaetopleura or chiton. Examples ഒന്നുകൂടെ നോക്കുക. പൈല or apple snail, Pinctada or pearl oyster, Sepia or cuttlefish, Loligo or squid, Octopus or devilfish, Aplysia or sea hare, Dentalium or tusk shell, Chaetopleura or chiton. ഇതിന്റെ സാധാരണ പറയുന്ന സയന്റിഫിക് നെയിമും കോമൺ നെയിമും ഇത് രണ്ടും പ്രത്യേകം ഓർമ്മിക്കുക. കട്ടിൽ ഫിഷ്, ഡബിൾ ഫിഷ് ഇതൊന്നും ട്രൂ ഫിഷസ് അല്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഫൈലം മൊളുസ്കയിൽ വരുന്നതാണ്, പൈസസിൽ വരുന്നതാണ് ശരിക്കുള്ള ഫിഷ്. കോൺട്രിക്റ്റിസിലും ഓസ്റ്റിക്റ്റിക്സിലും വരുന്നതാണ് ട്രൂ ഫിഷസ്. അല്ലാതെ ഫിഷ് എന്നുള്ള പേരുണ്ടെങ്കിലും ഇത് ഫിഷ് അല്ല. കട്ടിൽ ഫിഷ് ഫിഷ് അല്ല, ഡബിൾ ഫിഷും ഫിഷ് അല്ല. നേരത്തെ നമ്മൾ സീലൻട്രേറ്റയിൽ കണ്ട ജെല്ലി ഫിഷും ഫിഷ് അല്ല എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഇതിന്റെ പേരുകള് എല്ലാ ഫൈലത്തിന്റെയും എക്സാമ്പിൾസ്, അതിന്റെ കോമൺ നെയിം അത് ഭംഗിയായിട്ട് ഓർത്ത് വെക്കുക. പല മാച്ചിങ് ക്വസ്റ്റ്യൻ ആയിട്ടോ എക്സാമ്പിൾസ് എഴുതാനുള്ളതായിട്ടോ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഫൈലം എക്കിനോഡെർമയിലേക്ക് വരുമ്പോൾ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എന്ന് പറയുന്നത് വാട്ടർ വാസ്കുലാർ സിസ്റ്റം എക്സാമ്പിൾസും ആണ്. വാട്ടർ വാസ്കുലാർ സിസ്റ്റവും എക്സാമ്പിൾസും. വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത് ഫൈലം എക്കിനോഡെർമേറ്റയുടെ ഒരു ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചറാണ്. അത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ലോക്കോമോഷനും ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് റെസ്പിറേഷൻ. വാട്ടർ വാസ്കുലാർ സിസ്റ്റം പ്രത്യേകം ഓർമ്മിക്കുക. വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ് എക്കിനോഡെർമ്സിലുള്ളത്. ഫൈലം പോറിഫെറയിലുള്ളത് വാട്ടർ കനാൽ സിസ്റ്റമാണ്. അപ്പൊ വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്? ഇവയുടെ ലോക്കോമോഷനെ സഹായിക്കുന്നത്, ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും ഫുഡ് വരെ പിടിക്കുന്നതിനും സഹായിക്കുന്നത്, പിന്നെ റെസ്പിറേഷനും സഹായിക്കുന്നുണ്ട്. ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനും വാട്ടർ വാസ്കുലാർ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഇനി എക്സാമ്പിൾസിലേക്ക് വരുമ്പോൾ അസ്റ്റേരിയാസ് ഓർ സ്റ്റാർ ഫിഷ്. ഇവിടെയും ഓർമ്മിക്കുക, സ്റ്റാർ ഫിഷ് ഒരു ട്രൂ ഫിഷ് അല്ല. ട്രൂ ഫിഷസ് വരുന്നതെല്ലാം
കോൺട്രിക്തിസിൽ അല്ലെങ്കിൽ ഓസ്റ്റിക്തിസിൽ വരുന്ന അനിമൽസ് ആണ് ട്രൂ ഫിഷസ്. എക്കിനസ് ഓർ സീ അർച്ചിൻ, ആൻറ്റഡോൺ ഓർ സീ ലില്ലി, കുക്കുമേറിയ ഓർ സീ കുക്കുംബർ, ഒഫിയൂറ ഓർ ബ്രിട്ടിൽ സ്റ്റാർ. എക്സാമ്പിൾസ് ഒന്നുകൂടെ: അസ്റ്റേരിയാസ് ഓർ സ്റ്റാർ ഫിഷ്, എക്കിനസ് ഓർ സീ അർച്ചിൻ, ആൻറ്റഡോൺ ഓർ സീ ലില്ലി, കുക്കുമേറിയ ഓർ സീ കുക്കുംബർ, ഒഫിയൂറ ഓർ ബ്രിട്ടിൽ സ്റ്റാർ. ഇവ എന്താണ്? എക്കിനോഡെർമേറ്റയ്ക്ക് എക്സാമ്പിൾസ് ആണ്. എക്കിനോഡെർമേറ്റയുടെ എക്സാമ്പിൾസ് ആണ്. ഈ പോർഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. For video lessons, please subscribe TLP's biology classes.